ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചവരല്ലേ. ഒരു വിവാഹ ജീവിതം ആരംഭിക്കുമ്പോ അതിന്റെ തുടക്കത്തില് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അതൊക്കെ നേരെയാവാതെ എവിടെ പോവാനാ? ഹലോ ഗാഥ, ഞാൻ കൃഷ്ണയാ. ഓ, മനസ്സിലായി. എന്താ? ഞാൻ ഗാഥയ്ക്ക് സുഖാണോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് സുഖാണോന്നറിയാൻ എന്റെ ആരടി നീ? എന്താ നിന്റെ പ്രശ്നം? നീയുമായുള്ള എല്ലാ കരാറുകളും അവസാനിപ്പിച്ചതല്ലേ? പിന്നെ കൂടെ കൂടെ ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യം എന്താ? ഞാനതിന് ഗാഥയെ അങ്ങനെയൊന്നും വിളിക്കാറില്ലല്ലോ. കുറെ നാള് കളരിക്കൽ നിന്നതുകൊണ്ട് അവിടെ ഓരോരുത്തരുടെ സ്വഭാവവും അവരുടെ കുടുംബത്തിന്റെ രീതികളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഗാഥയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഓ നീ ചെയ്യാം അല്ലേ? അതായത് സിത്താര ശ്രീനിവാസന്റെ മകളായ എനിക്ക് ജീവിക്കണമെങ്കിൽ നിന്റെ സഹായം വേണം അല്ലേടി? ഗാഥ, അത് മതി മതി. കുറച്ചു നാള് വേഷം കെട്ടി നീ ഇവിടെ നിന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഈ കുടുംബത്തിലുണ്ട്. നവീൻ ഗോപാൽ വർമ്മ എന്ന പ്രോമിസിംഗ് ബിസിനസ്മാന്റെ വീട് വെറും ഒരു ചന്തയാക്കിയിട്ടാ നീ ഇവിടുന്ന് പോയിരിക്കുന്നത്. അതൊരു വിധത്തിൽ മാറ്റിയെടുക്കാൻ ഞാൻ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിനക്കറിയൂടി? ഞാൻ ഗാഥയ്ക്കോ സിത്താര മേഡത്തിനോ ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ കളരിക്കല് ചെയ്തിട്ടില്ല. ചെയ്തതായിട്ട് നിനക്ക് തോന്നില്ലല്ലോ. കാരണം എന്താണെന്നറിയോ? ചെളിക്കുണ്ടിൽ കിടന്ന നിന്റെ കൾച്ചർ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് വിശ്വസിക്കുമ്പോ ബാക്കി എല്ലാം നിനക്ക് നിസ്സാരം. ഈ കുടുംബത്തിന്റെ കാര്യം മാത്രമല്ല, നവീന്റെ കാര്യം കൂടി ഞാൻ ഈ പറയുന്നത്. ഒരുമാതിരി വൃത്തികെട്ട പെണ്ണുങ്ങളുടെ പ്രണയ നാടകം നടത്തിയിട്ട് ഇവിടുന്ന് പോയിരിക്കാം. പെണ്ണിനൊരു വിലയുണ്ട്. ആണിന്റെ മുഖത്ത് നോക്കി നേരെ നിന്ന് സംസാരിക്കുന്ന വില. ഗാഥ ശ്രീനിവാസ് ഉദ്ദേശിക്കുന്ന ദാമ്പത്യം നിന്നെ പോലെ ആണിന്റെ കാലും കഴുകി മൊത്തം വെച്ച് നടത്തുന്നതല്ല, അതിന്റെ ഒപ്പം നടത്തുന്നതാ. അതൊക്കെ മനസ്സിലാവണെങ്കിലേ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. എന്തായാലും ഇപ്പൊ വിളിച്ചത് വിളിച്ചു. ഇനി മേലിൽ എന്നെ ഫോൺ വിളിച്ചു പോരുത്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. അത് പിന്നെ ഗാഥ, വെച്ചിട്ട് പോടി. ആട്ടും തുപ്പൊക്കെ കിട്ടിയല്ലോ. സാധാരണഗതിയില് ആ വഴി ഒഴിവാക്കാനാ എല്ലാരും ശ്രമിക്കാറ്. നിനക്ക് ഇനിയും മതിയായില്ലേ മോളെ? നീ എന്തിനാ അവളെ വീണ്ടും വിളിക്കാൻ പോയത്? എനിക്ക് വിളിക്കാതിരിക്കാൻ തോന്നിയില്ല ഗോപാലമാമ. മുൻപ് അവൾ എനിക്ക് ഏതോ ഒരു പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എന്റെ അച്ഛന്റെ മകളല്ലേ. ഞങ്ങള് ഒരു രക്തമല്ലേ. മോളെ, ഗാഥ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കിനി അവളോട് വെറുപ്പ് കാണിക്കാൻ പറ്റില്ല ഗോപാലമാമ. എന്റെ സഹോദരിയാ. അത് മാത്രമേ എന്റെ മനസ്സിലുണ്ടാവൂ. ഈശ്വര, മനസ്സിൽ നന്മ മാത്രമുള്ളൊരു പെൺകൊച്ച്. ഇതിനെ ഒന്നും മനസ്സിലാക്കാൻ അവർക്കാർക്കും പറ്റുന്നില്ലല്ലോ. എന്താ മോനെ, എന്താ കണക്കൂട്ടുന്ന പോലെ? ജീവിതത്തിന്റെ കണക്കാമേ. താളം തെറ്റിപ്പോയി ജീവിതത്തിന്റെ കണക്ക്. ഓ, അതാണോ മോനെ? അമ്മ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കൺമുമ്പിൽ ഒരു കാര്യം നടക്കുമ്പോ അതിനെ നല്ല രീതിയിൽ കാണാൻ ശ്രമിച്ചാ നമുക്കെല്ലാം നന്നായിട്ട് തോന്നും. മറിച്ച് അപകടമാണെന്നാണ് നമ്മുടെ തോന്നലെങ്കില്
എല്ലാത്തിനെ കുറിച്ചും മോശം ചിന്തയും നമുക്കുണ്ടാവും. ഗാഥമോളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ വിളിച്ചപ്പോ സ്നേഹത്തോടെ ഓടി വന്നതും ഗാഥമോള. അത് മറക്കരുത്. അമ്മേ, സിത്താരയുടെ അമിത ലാളന കൊണ്ട് വഷളായിപ്പോയ ഒരു ഗാഥമോളെ നമുക്ക് പരിചയമുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെ വന്നു നിന്ന ഗാഥ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ മാറിയില്ലേ? നിന്റെ ഭാര്യയ്ക്ക് എന്റെ മരുമകൾക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ക്വാളിറ്റിയേക്കാൾ കൂടുതൽ അവള് കാണിച്ചില്ലേ? നമ്മളെല്ലാവരെയും നന്നായി സ്നേഹിച്ചിരുന്ന, തന്റെ കാര്യങ്ങളെക്കാൾ നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കിയിരുന്ന ഗാഥമോള് നിനക്ക് പ്രിയപ്പെട്ടവളായിരുന്നില്ലേ? ആ ഗാഥയല്ല ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. പിന്നെ ഉദയന് നിർമ്മലയൊക്കെ ഭ്രാന്ത് പറയുന്നത് പോലെ രണ്ട് ഗാഥയുണ്ടോ? എന്താ മോനെ നിനക്ക് പറ്റിയത്? ഈയിടെ ഉണ്ടായ സംഭവങ്ങള് ഗാഥമോളെ മാത്രമല്ല നിന്നെയും വല്ലാതെ തകർത്തിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. ശരിയാണമ്മേ, പ്രതീക്ഷകളുടെ വലിയ കൊട്ടാരം കെട്ടി അതെന്റെ മുകളിൽ ഇരിക്കുമായിരുന്നു ഞാൻ. എല്ലാം കൂടി തകർന്നു വീണപ്പോ ശരീരം മനസ്സുമെല്ലാം വേദനിക്കുന്നുണ്ട്. നോക്കു മോനെ, സിത്താരയുടെ വീട്ടിലെ ഗാഥയും ഇവിടെ നീയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചവരല്ലേ? ഒരു വിവാഹ ജീവിതം ആരംഭിക്കുമ്പോ അതിന്റെ തുടക്കത്തില് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അതൊക്കെ നേരെയാവാതെ എവിടെ പോവാനാ? ഗാഥമോള് ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നതിന് നമ്മുടെ മുമ്പിലും ഒരു കാരണമില്ലല്ലോ. ആകെയുള്ളത് സർപ്പശാപം കഴിഞ്ഞതിന് ശേഷം ഗാഥ നാഗത്തെ കണ്ട് പേടിച്ചു എന്നുള്ളത് മാത്രമാ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? ഈ പ്രശ്നങ്ങളിൽ മനസ്സ് തകർന്നിരിക്കുന്ന നിന്റെ പെണ്ണിന് സ്നേഹം കൊടുത്ത് കൂടെ നിൽക്കുകയല്ലേ? നിങ്ങളുടെ ജീവിതം ഈ വീട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ വളരെ നല്ലതായിരിക്കുമെന്നുള്ളൊരു വിശ്വാസം അമ്മയ്ക്കുണ്ട്. മോനും അങ്ങനെ തന്നെ വിശ്വസിക്കണം. ചെറിയ ചെറിയ വാക്കുകളിൽ സംസാരിച്ചിരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വല്ലാതെ ശ്രദ്ധിക്കുന്ന, സ്നേഹം കൊണ്ട് നമ്മളെയൊക്കെ വീർപ്പ് മുട്ടിക്കുന്ന ഗാഥയുടെ പെരുമാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം നടക്കൂടാ. ശപിക്കാൻ നിന്നിരുന്ന നാഗദൈവങ്ങളെ പോലും അനുഗ്രഹത്തോടെ തല താഴ്ത്തിയില്ലേ? പിന്നെ ആര് തടയാനാ? സമാധാനിക്കേട്ടോ. ആ മോളെ, മമ്മി, നവീനുമായിട്ടുള്ള സൗന്ദര്യപ്പണക്കൊക്കെ അവസാനിച്ചോ? മോള് തിരിച്ചു വന്നപ്പോ എല്ലാവർക്കും സന്തോഷമായി കാണും അല്ലേ? നവീന്റെ മനസ്സിൽ ഞാനില്ല മമ്മി. കൃഷ്ണ